160 വയസ്സ് വരെ ജീവിച്ചിട്ട് പല്ല് കൊഴിഞ്ഞു പോയില്ല, കണ്ണിന് കാഴ്ചക്ക് ഭംഗമില്ല, കേൾവിക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. എങ്ങനെ ഈ ആഫിയത്ത് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ മഹാന്റെ മറുപടി, പ്രായപൂർത്തിയായ കാലം മുതൽ ഞാൻ ഒരു തെറ്റും എന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്തിട്ടില്ല. പറയാൻ പറ്റണ്ടേ നമുക്ക്? ഇന്ന് മുതൽന്നെങ്കിലും, ഈ റമദാൻ മുതൽന്നെങ്കിലും. ഇതിങ്ങനെ റമദാൻ കഴിയും, 26 അവര് ലേറ്റ് ഓഫ് ആക്കുക, ആമീൻ പറയും, ദ്വാരന്ന് അന്നത്തെ ദ്വാരം കണ്ടവയൊക്കെ മുസാഫിന് നടുക്കണ്ടൊന്നു 2 ദിവസം ഉണ്ടാവും അതിന്റെ വോൾട്ടേജ്. അതുവരെ പതിവാക്കിയ ജമാഅത്ത് പെരുന്നാളിന്റെ അന്നത്തെ സുബിയൊക്കെ, പെരുന്നാളിന്റെ ജമാഅത്തും ഒക്കെ, പെരുന്നാളിന്റെ അന്നത്തെ ളുഹ്റ് ഉറങ്ങിപ്പോയി കണ്ടാ, പോയി, അന്നത്തോടെ ഫുള്ള് പോയി. ഇനി അടുത്ത റമദാൻ ആവണം ജമാഅത്തിന്റെ ജാഗ്രത കിട്ടാൻ. ഇത് എത്ര കാലം ഈ ജീവിതം ഇങ്ങനെ പോവാ? 160 വയസ്സ് വരെ നിസ്കരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരോടും പറയട്ടെ, ഒരാളിങ്ങനെ നിസ്കരിക്കാൻ, അയാളെ പിന്നാലെ ഒരാൾ വലത്തെ ഭാഗത്തുണ്ട് മാമുമായി നിസ്കരിക്കാൻ. ഈ മാമുമായി നിസ്കരിക്കുന്ന ഈ വലത്തെ ഭാഗത്തുള്ള ആളെ പിടിച്ച് വേക്കോട്ട് വെച്ചിടരുത്. ഞാൻ എന്റെ കൂടെ പോകുന്ന ഡ്രൈവർമാരെ കൊണ്ടൊക്കെ ബാക്കിയുള്ളൊക്കെ ബസ്സിനെ പഠിപ്പിക്കാൻ, അങ്ങനെ അല്ലാതെ പഠിപ്പിക്കാൻ കഴിയൂല. എത്ര വെച്ചാലും പോകരുത്. നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ചോദിക്കും, നിങ്ങളെന്താ വലിച്ചിട്ട് വരാഞ്ഞത്? ഞങ്ങൾ വലിക്കുമ്പോ ഒരാളാണ് ഞാൻ. അയാളെ പിടിച്ച് വേക്കോട്ട് വലിക്കല്ല വേണ്ടത്, ഇടത്തെ ഭാഗത്ത് വന്ന് നിന്ന് അയാൾ നിൽക്കുമ്പോൾ നിന്ന് തക്ബീർ കെട്ടും. ഒന്നുകിൽ അവിടെ തന്നെ നിൽക്കണം, അല്ല ബാക്കിൽ നിൽക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ബാക്കോട്ട് 2 പേരും നീങ്ങണം. അങ്ങനെ വേണ്ട. ഇത് തുടക്കം തന്നെ സൊഫയിൽ വന്നിട്ട് ഇയാളൊരു ഒറ്റ വലിയാണ്, ഒരു വലിക്കൊരു പിന്നീട് അടുത്ത വലി. പിന്നെ അങ്ങനെ വലിക്കാൻ പറ്റൂല. സൊഫിൽ ഒറ്റക്കാണെങ്കിൽ പോലും നോക്ക് നിങ്ങൾ, സൊഫിൽ ഒറ്റക്കാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ പോലും തക്ബീർ കെട്ടിയ ശേഷമാണ് ഒരൽപ്പം കാല് മുന്നോട്ട് വെച്ച് ഒരാളെ പതുക്കങ്ങനെ വലിക്കേണ്ടത്. തക്ബീർ കെട്ടുന്നതിന്റെ മുമ്പ് വലിയില്ല. തക്ബീർ കെട്ടിയിട്ടല്ലേ അയാൾ നിസ്കാരത്തിൽ ചേരുന്നത്. മുമ്പ് തന്നെ വലിച്ച് ബേക്കോട്ടാക്കാൻ പാടില്ല. വലിച്ചിന്റെ ബേക്കോട്ടുന്ന ആൾക്കാരെ അപ്പൊ എല്ലാരോടും എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, വലത്തെ ഭാഗത്ത് ഒന്ന് നിൽക്കുന്ന ആള് എത്ര വച്ചാലും ബേക്കോട്ടേക്ക് പോകരുത്. ഒന്ന് കുലിക്കാലും കുഞ്ഞാത്ത കുലുകുലാറെ അവിടെ നിൽക്കണവരെ നിർത്തം. മസാല പഠിപ്പിക്കണം, മറ്റേ അതന്നെ മാർഗം. വലിക്കുമ്പോഴേക്ക് ബേക്കോട്ട് നിർത്തിനാ അവിടെ നിൽക്കണം, ഒരേ നൃത്തം നിൽക്കണം. അപ്പൊ നിസ്കാരം കഴിയുമ്പോൾ മറ്റാളിങ്ങനെ സൊഫിലുണ്ടാകും, കൊന്ത്രം പല്ലുപോലെ, ഒന്ന് ഇവിടെ ഒന്ന് അവിടെ ഉണ്ടാവും. എന്നിട്ട് മറ്റേക്ക് പഠിപ്പിക്കണം. പിന്നെ നല്ലോണം പഠിക്കണം. കുറെ തിന്നിട്ട് വലുതായാൽ പോരാ, പഠിക്കണം. നിസ്കാരത്തിന്റെ മസലെങ്കിലും പഠിക്കണം. ഇടത്തെ ഭാഗത്ത് ഞാൻ നിൽക്കും പോലെ വന്ന് കൈ കെട്ടിയിട്ട്, ഇമാമിനോട് തുറന്ന് കൈ കെട്ടിയിട്ട്, ഒന്നുകിൽ അവിടെ തന്നെ തുറന്ന് നിസ്കരിക്കുക, അല്ലെങ്കിൽ 2 ആളും കൂടി ഒരു സൊഫായിട്ട് ബാക്കിൽ നിൽക്കണമെങ്കിൽ 2 ആളും ബാക്കോട്ട് നീങ്ങുക. അങ്ങനെ വേണ്ടത്. അല്ലാതെ നീ വന്ന് ബാക്കിൽ നിന്ന് വലിക്കുമ്പോഴേക്ക് വരാനൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വരാതിരുന്നത്. അങ്ങനെ ആരും ബേക്കോട്ട് പോയി കൊടുക്കരുത്. ബേക്കോട്ട് പോയി കൊടുത്തിട്ടാണ് ജഹാലത്തായി മാറുന്നത്. പിന്നെ അങ്ങനെ മാർഗമായി വരുന്നത്. ഒരൊറ്റ കുട്ടി ബേക്കോട്ട് ഇറങ്ങി കൊടുക്കരുത്. അവിടെ തന്നെ ബേക്കോട്ട് വെച്ചിട്ട് പോകണം. പഠിക്കണം ശരിക്കും വിഷയം. ബേക്കോട്ട് ഇറങ്ങി കൊടുക്കാൻ പാടില്ല.